നമ്മൾ ക്യാൻസർ ബ്രസ്റ്റിൻ്റെ സർജറിയെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു ഇവിടെ. അപ്പം ക്യാൻസർ ബ്രസ്റ്റിൻ്റെ സർജറിയിൽ ഇപ്പം ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓർഗൻ പ്രിസർവേഷൻ എന്നുള്ളതിനൊക്കെ പറഞ്ഞതുപോലെ ഡോക്ടറുടെ ഒരു സർജിക്കൽ ടെക്നിക്, തോമസ് ടെക്നിക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് ഡോക്ടറുടെ പല ലേഖനങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അത് എത്രത്തോളം ശാസ്ത്രീയമായി പഠനത്തിന് വിധേയമായതാണ് എന്നുള്ളതും കൂടെ ഒന്ന് പറയണം. തീർച്ചയായിട്ടും. നമുക്കറിയാം, ഒരു ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് ഇനി ഓർഗൻ പ്രിസർവേഷൻ മാത്രം എടുത്താൽ പോലും സാധാരണ നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഡോക്ടർ ഗണേഷ് പറഞ്ഞ പോലെ ട്യൂമറിൻ്റെ ഭാഗം നമ്മൾ മാറ്റി എല്ലാ മാർജിനും നെഗറ്റീവാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. അതിനുശേഷം കക്ഷത്തിലുള്ള മുഴകൾ മാറ്റേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലാത്തവർക്ക് നമ്മൾ മാറ്റേണ്ടാത്ത ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പുണ്ട്, സെൻറ്റിനൽ നോഡ് ബയോപ്സി എന്ന സംഗതിയുണ്ട്. അത് ചെയ്തിട്ട് വേണ്ടാത്ത ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താം. അല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ആക്സിലർ ഡിസെക്ഷൻ ചെയ്യണം. കാരണം ഇത് നമ്മുടെ സ്റ്റേജിങ്ങിൻ്റെ ഭാഗമാണ്, പ്രോഗ്നോസിസിൻ്റെ ഭാഗമാണ്, ലോക്കൽ റെക്കറൻസ് വരാതിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കക്ഷത്തിനകത്ത് നമ്മൾ ഡ്രെയിൻ ഇടണം. എന്തിനാണ് ഡ്രെയിൻ ഇടുന്നത്? ഈ കക്ഷത്തിനകത്ത് നമ്മൾ സർജിക്കൽ ഷോർട്ട് കട്ട്സ് ഒക്കെ ചെയ്തതിൻ്റെ, ഞാനങ്ങനെ ഇപ്പോൾ പറയുന്നത്, ഷോർട്ട് കട്ട്സ് ചെയ്തതിൻ്റെ അവിടെ നിന്നുള്ള കളക്ഷനും ഫ്ലൂയിഡും ബ്ലഡും എല്ലാം പോരാൻ വേണ്ടി ഡ്രെയിൻ ഇടുന്നു. ആബ്സല്യൂട്ടായിട്ട് നല്ല ഡ്രൈ ആക്കി മാറ്റി കഴിഞ്ഞ ആക്സിലേക്കകത്ത് ഡ്രെയിൻ ഇടാതെ പുതിയൊരു ടെക്നോളജി കൊണ്ട് അവിടെ പ്രഷർ കൊടുത്തിട്ട് ലിംഫാറ്റിക് ചാനൽസിനെ മുഴുവൻ ബ്ലോക്ക് ചെയ്ത ശേഷം നമുക്ക് പേഷ്യൻറ്റിനെ 24 മണിക്കൂർ കൊണ്ട് വീട്ടിൽ വിടാം. ഒരു സ്ഥാനാർബുദ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് സ്ഥാനം പ്രിസർവ് ചെയ്യുകയും സൗന്ദര്യം കൊടുക്കുകയും ഈവൻ സെക്ഷുവൽ സ്റ്റിമുലസ് ഫ്രം ദ നിപ്പിളേരിയുള്ള കോംപ്ലക്സ് പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന ആധുനിക ശസ്ത്രക്രിയയോടൊപ്പം തന്നെ ആ പേഷ്യൻറ്റിനെ നമ്മൾ നേരത്തെ വീട്ടിൽ വിടുകയാണെങ്കിൽ എന്താണ് പ്രയോജനം? ഇതിൻ്റെ പേരാണ് ഹെൽത്ത് ഇക്കണോമിക്സ്. 24 മണിക്കൂറിന് ഒരു പേഷ്യൻറ്റ് വീട്ടിൽ പോകുമ്പോൾ പല ആശുപത്രിക്കും ധാരണയുണ്ട്, നേരത്തെ പേഷ്യൻറ്റിനെ വിട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നഷ്ടമാണ്. തിരിച്ച് ഹോസ്പിറ്റലിൽ ഭയങ്കര ലാഭമാണ്. കാരണം ഈ ഒരാഴ്ച കൊണ്ട് 5 പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാം അതേ ബെഡിൽ തന്നെ. ഇത് ആൾക്കാർക്ക് അറിയത്തില്ല. പലരും ധാരണ നേരത്തെ വിട്ട് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നഷ്ടമാണ്. ഇതേപോലെ പേഷ്യൻറ്റ് ലാഭമാണ്. പേഷ്യൻറ്റ് ഇന്ന് സർജറി കഴിഞ്ഞാൽ നാളെ വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ വാട്ട് എ റിലീഫ് അല്ലേ? ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മോളെ ഉത്തരം ആകാശം കണ്ടുകൊണ്ട് അല്ല, ഈ റൂഫ് കണ്ടുകൊണ്ട് കിടക്കേണ്ട സിറ്റുവേഷനിൽ അവർക്ക് വീട്ടിൽ പോകാം. പിന്നെ അനുബന്ധമായ പല ചിലവുകളും, വിസിറ്റേഴ്സ് വരുന്നവരുടെ ചിലവ്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴുള്ള ചിലവുകൾ, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ വിസിറ്റേഴ്സ് വീട്ടിൽ നിന്ന് ഒരു 10-30 പേര് വണ്ടി ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ചിലവാണ്. ഇതൊന്നും ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽ ചിലവെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ചിലവിനെ പറ്റി മാത്രമേ പറയാറുള്ളൂ. തെറ്റാണത്. എല്ലാം ചിലവാണ്. ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് മറ്റാൾക്കാർ മുടക്കുന്നത് പോലും ചിലവാണ്. ബിക്കോസ് മണി ഈസ് മണി ആൻഡ് എക്സ്പെൻസ് ഈസ് എക്സ്പെൻസ്. അല്ല, പേഷ്യൻറ്റ് മുടക്കുന്ന പൈസ മാത്രമല്ല പൈസ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ പുതിയ ടെക്നിക്കുണ്ട്. ഇപ്പോൾ 24 മണിക്കൂറിനും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ടെക്നോളജിക്കകത്ത് എന്താ സയൻസ് ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിതിൻ ദ ആക്സില്ല ആൻഡ് വിതിൻ ദ ഓപ്പറേറ്റഡ് സൈറ്റ് നമ്മളെ പ്രഷർ ഇൻ 24 hours നമ്മൾ കൊടുക്കത്തക്കണം നമ്മൾ സെലൈൻ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവരും ഓർഡിനറി ചീപ്പായിട്ട് സാധനമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താണ് ഈ ലിംഫഡനെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രേപ്പ് ബഞ്ച് മനസ്സിൽ കാണുക. ആ ഗ്രേപ്പ് ബഞ്ചിൻ്റെ ആ ഗ്രേപ്സ് എല്ലാം നമ്മൾ എടുത്ത് മാറ്റുക, അതിൻ്റെ സ്റ്റമ്പ് അവിടെ ഇരിക്കുക. ആ സ്റ്റമ്പ് എടുത്ത് അവിടുന്ന് ഊസിങ് ആരംഭിക്കും, ലിംഫ് ഊസിങ് ആരംഭിക്കും. സക്ഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഊസിങ് ആയിരിക്കും സംഭവിക്കുന്നത്. സാധാരണ ആ ലിംഫ് തിരിച്ച് ബ്ലഡിലേക്ക് പോകേണ്ട ലിംഫിനെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക ഈ ഡ്രെയിൻ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഡ്രെയിൻ മാറ്റി കഴിഞ്ഞാലും പിന്നെയും പേഷ്യൻ്റെ കക്ഷത്തിനകത്ത് നിറച്ച് വെള്ളം നിറച്ചിട്ട് ഇവർ പിന്നെയും മാസങ്ങളോളം ചിലപ്പോൾ വരേണ്ടി വരും ഈ ആസ്പിറേറ്റ് ചെയ്യാൻ വേണ്ടി. കുറേ നാളെടുക്കും ഇത് തീരാൻ വേണ്ടി. ഈ ടെക്നിക്കിൽ തിരിച്ചാണ് 24 മണിക്കൂറിനകം അവർ പോകാൻ വേണ്ടി റെഡി ആകുമ്പോഴേക്ക് ഈ കട്ടത്തിനകത്തുള്ള ഫ്ലൂയിഡ് മുഴുവൻ ഡ്രൈ ആയിട്ട് അവർക്ക് ഭംഗിയായിട്ട് വീട്ടിൽ പോകാം. 1, 2 ഒക്കുമെങ്കിൽ 3rd ഡേ ജോലിക്ക് പോകാം. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് റിലീഫ്. വീണ്ടും നമ്മൾ വർക്ക് പ്ലേസിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും മാറും. നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരുന്നുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതല്ല, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പോയി മാറി കഴിയുമ്പോൾ ഭയങ്കര റിലീഫാണത്. 1 2 ട്രീറ്റ്മെൻറ്റ്, ബാക്കി ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം ഡിലേ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ സ്ത്രൈണ സൗന്ദര്യം തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഇതാണ് ഈ തോമസ് ടെക്നിക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ഈ പുതിയ ടെക്നിക്ക് കൊണ്ടുള്ള പ്രയോജനം. എനിക്ക് പല ഇൻ്റർനാഷണൽ അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരു പേപ്പറാണത്. റഷ്യ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ മീറ്റിങ്ങിൽ, ദുബായ് ഇൻ്റർനാഷണൽ കോൺഫറൻസ്, ചൈനയെ വെച്ച്, ജപ്പാനിൽ, ഇങ്ങനെ പല കോൺഫറൻസിലും എനിക്ക് ഇതിന് അവാർഡ് കിട്ടുകയാണ്. ഇതിൻ്റെ പ്രയോജനം ഇതാണ്, ഹെൽത്ത് ഇക്കണോമിക്സ്, ആൻഡ് നത്തിങ് എൽസ് ക്യാൻ ബീറ്റ് ഇറ്റ്. ഈ കീമോതെറാപ്പിയെക്കുറിച്ച്, പ്രത്യേകിച്ചും ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് രോഗികൾക്കുള്ള സംശയങ്ങളാണ് പലപ്പോഴും രോഗികളെ ഒരു ക്യാൻസർ ചികിത്സകൻ്റെ അടുത്ത് എത്തിക്കാതിരിക്കുന്നത്. കീമോതെറാപ്പിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, ക്യാൻസറിന് ചെയ്യുന്ന സർജറികളെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. ക്യാൻസർ വന്നാൽ മരണമാണ് എന്ന് രോഗി തന്നെ ഉറപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്നും നാം ജീവിക്കുന്നത്, ഈ അവയർനെസ് പ്രോഗ്രാം എല്ലാം നടത്തിയിട്ടും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ടോ? കീമോതെറാപ്പി വേണ്ടതല്ല. കീമോതെറാപ്പി അത്രയും ഭയാനകമായ സൈഡ് ഇഫക്ട്സും കാര്യങ്ങളുമാണ്. അതിനെ അത്രയും ഭീതിയോടെ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടില്ല, അതിനെ പറയാം. ഒന്ന്,
ഇന്ന് നമുക്ക് ആധുനികമായ പല ടെസ്റ്റുകളുമുണ്ട്. ഓങ്കോടൈപ്പ് DX എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അതായത് ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർ കീമോതെറാപ്പി വേണം, എത്ര പേർക്ക് വേണ്ടാന്ന് പോലും നമുക്കിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ട്യൂമറിൻ്റെ പ്രോഗ്നോസിസ്, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട്. അതായത് ഇന്ന് നമ്മൾ 100 പേർ കീമോതെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേണ്ട 80% പേർക്കും വേണ്ടാത്ത കീമോതെറാപ്പിയാണ്. കാരണം നമുക്കറിയില്ല ഇതിൽ ആർക്കാണ് പ്രയോജനപ്പെടുന്നത്, ആർക്കാണ് പ്രയോജനപ്പെടാത്തത്. അതറിയാൻ വേണ്ടി ടെസ്റ്റാണ് ഓങ്കോടൈപ്പ് DX. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഗ്രൂപ്പ് ആൾക്കാർ കീമോതെറാപ്പി വേണ്ട. ഇനി കീമോതെറാപ്പി വേണ്ടിയ ഗ്രൂപ്പിന് തന്നെ പണ്ട് നമുക്ക് ലോകത്തിൽ ആ പാടെ 2-3 മരുന്നുകളേ ഉള്ളായിരുന്നു. ഈ മരുന്നൊക്കെ ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് നമുക്ക് അധികം സൈഡ് ഇഫക്ട്സ് കൊണ്ടുവരാത്ത ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള, പണ്ട് 50 മില്ലിഗ്രാം മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് 300 മില്ലിഗ്രാം കൊടുത്താലും കുഴപ്പമില്ലാത്ത അത്രയും ക്വാണ്ടിറ്റി മരുന്ന് ചെല്ലാൻ പറ്റുന്ന മരുന്നുകൾ നമുക്കിന്നുണ്ട്. 1. 2, ടെക്നോളജി ഇനിയും മാറുക. ഇപ്പം നമ്മൾ വൈറൽ ടാഗിങ്, വൈറസുകൾക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും പോകാനുള്ള കഴിവുണ്ട്. കാര്യം ചെറിയ സംഗതി. ഈ വൈറസുമായിട്ട് മരുന്നിനെ ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്യാൻസറുള്ള ഭാഗത്ത് മാത്രം ചെയ്യുന്ന ഹോമിംഗ് ടെക്നോളജി അതിന് വരിക. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു കീമോതെറാപ്പറ്റിക് സംഭവം വന്നു കഴിഞ്ഞാൽ മുടി പൊഴിയത്തില്ല, ഒരു ഗൈഡഡ് ട്രീറ്റ്മെൻറ്റ്, ടാർഗറ്റഡ്. അന്നേരം മുടി പൊഴിയത്തില്ല, ബാക്കി സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എവിടെ ക്യാൻസർ ഉണ്ടോ അവിടെ മാത്രം ഇത് വർക്ക് ചെയ്യും. ഇതുപോലെയാണ് നാനോ ടെക്നോളജി. ഇന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ നാനോ ടെക്നോളജി. അതിൻ്റെ അർത്ഥം ഏറ്റവും ചെറിയ കഴിയുമ്പം ഈ കാപ്പിലറീസ് കൂടെ കയറിപ്പാനൊക്കെ ഉള്ളതിൻ്റെ കഴിവ് കൂടും. അപ്പോൾ അങ്ങനെ ആവുന്നതിനുള്ള ഗുണം നമ്മുടെ സൈഡ് ഇഫക്ട്സിൻ്റെ കുറയും. അപ്പോൾ കീമോതെറാപ്പി എന്ന് പറയുന്നത് ഭയാനകമായ സംഗതിയൊന്നുമല്ല. ടെക്നോളജി മാറുന്നതനുസരിച്ച് എങ്ങനെ നമുക്ക് സർവൈവൽ റേറ്റ് കൂടുന്നുണ്ടോ അതുപോലെ തന്നെ നല്ല മരുന്നുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു. റേഡിയേഷൻ അങ്ങനെ തന്നെ. അതിനീ പറഞ്ഞ ഭയപ്പാടിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് റേഡിയേഷൻ മെത്തഡോളജി പോലും വേറെയാണ്. സ്വിച്ച് ഇട്ടാൽ ഓൺ ആകുന്ന റേഡിയേഷൻ മെഷീൻ, സ്വിച്ച് ഓഫ് ചെയ്താൽ ഓഫ് ആകുന്ന റേഡിയേഷൻ മെഷീൻ. പണ്ട് കോബാൾട്ട് സാധനം ബോംബെയിൽ നിന്ന് ബാബ ആറ്റമിക് റിസർച്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ട് റേഡിയേഷൻ കൊടുക്കുന്ന സ്ഥാനത്ത് മാറിയിട്ട് ലീനിയർ ആക്സലറേറ്റേഴ്സ് വന്നു. ഇനി ഒത്തിരി പുതിയ മെഷീൻസ് വരാൻ പോയിനി പല ടെക്നോളജി ഉപയോഗിച്ച്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രം വായിച്ചൊക്കെ മനസ്സിലാക്കാമായിരിക്കും, കാർബൺ ഡയോക്സൈഡ് വേസ്റ്റും കൊണ്ട് എനർജി ഉണ്ടാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആൾക്കാർ വരെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ടെക്നോളജി മാറുന്നെങ്കിൽ അത് ഒരു അവാർഡ് കിട്ടി ഇന്ത്യക്കാരൻ കൊച്ചനല്ലേ. അതുപോലെ ടെക്നോളജി മാറുന്നെങ്കിൽ ക്യാൻസർ ഫീൽഡിലും വരും തലമുറയ്ക്ക് വേണ്ടി നിരവധി പുതിയ ടെക്നോളജികൾ വരാൻ പോകാം. പക്ഷേ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തനം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് പ്രൈം ഓഫ് യൂത്ത്, അത് സ്ത്രൈണ സൗന്ദര്യത്തിൻ്റെ ഭാവമാണ്. അത് മുറിച്ച് കളഞ്ഞിട്ട് ട്രീറ്റ്മെൻ്റ് അല്ല കരണീയം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഡോക്ടർ തോമസ് ഇവിടെ എന്തിനാണ് വന്നത്, എന്തിനാണ് ഈ പിങ്ക് ബലൂൺ കൊണ്ടുവന്നത്, എന്തിനാണ് എന്നെ കൊണ്ട് പിങ്ക് ഷർട്ട് ഇടിയിച്ചത്, ഈ ബാഡ്ജ് എന്തിനാണ് കുത്തിയതെന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒക്ടോബർ മാസം ലോക സ്തനാർബുദ അവബോധ ദിനം, അവബോധ മാസമാണ് ശരിക്കും. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ്. അപ്പോൾ അതിനുവേണ്ടി ബ്രസ്റ്റ് ക്യാൻസർ രോഗികളായവർക്കോ രോഗികളാവാൻ സാധ്യതയുള്ളവർക്കോ ഇനി ഒരിക്കലും ആവാൻ സാധ്യതയില്ലാത്തവർക്കോ അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർക്കോ എല്ലാം ഈ പ്രോഗ്രാം ഒരു സഹായകമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.